മാംഗല്യം. രചന അവതരണം നന്ദു കൃഷ്ണ. അവനെ പറ്റിച്ച സന്തോഷത്തിൽ അകത്തേക്ക് പോകാൻ പോയവളുടെ ടീഷർട്ടിന്റെ അറ്റത്ത് പിടിച്ചാണ് അവൻ തന്റെ അടുക്കലേക്ക് അവളെ വലിച്ചത്. അങ്ങനെയൊരു നീക്കം ഒരിക്കലും പ്രതീക്ഷിക്കാതെ നിന്നവൾക്ക് പെട്ടെന്ന് ബാലൻസ് പോയി അവൾ പിന്നിലേക്ക് മറിഞ്ഞതും ഇടങ്കൈ അവളുടെ ഇടുപ്പിലൂടെ പിടിമുറുക്കിക്കൊണ്ട് അവൻ ആ പെണ്ണിനെ തന്റെ നേരെ തിരിച്ചു നിർത്തി. ഒരു നിമിഷം കൊണ്ട് ഇതൊക്കെ കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ കുറഞ്ഞ സമയം കൊണ്ട് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ നിന്നവൾക്ക് അവന്റെ നെഞ്ചിൽ തട്ടിയുള്ള നിൽപ്പിൽ വെപ്രാളം മാറിയില്ല. എന്തുപറ്റി? പൊന്നിന്റെ കണ്ണ് പേടിച്ചു പോയോ? രണ്ട് കൈകളും തന്റെ നെഞ്ചിൽ മുറുക്കി പിടിച്ച് തന്റെ കണ്ണിലേക്ക് നോക്കി വെപ്രാളപ്പെടുന്നവളെ കണ്ട് ഒരു കണ്ണിറുക്കി ഇത്തിരി കുറുമ്പോടെയാണ് അവനത് ചോദിച്ചത്. നന്ദേട്ടൻ ഇത് എന്താ കാണിച്ചത്? ഇങ്ങനെയൊക്കെയാണോ പിടിച്ചു വലിക്കുന്നത്? ഞാൻ ശരിക്കും പേടിച്ചു പോയി കേട്ടോ. ബാലൻസ് പോയി ഞാൻ വീണിരുന്നെങ്കിലോ? ദേഷ്യവും വാശിയും ഒക്കെ കാണിച്ച് പെണ്ണവനോട് ചൂടാകുന്ന നേരം ഹരിയുടെ നോട്ടം അത്രയും ആ പെൺമുഖത്തായിരുന്നു. ദേഷ്യപ്പെടുമ്പോൾ പതിവിലും അധികം വിടരുന്ന കണ്ണുകൾ, കൂർപ്പിച്ചു വെച്ച ചുണ്ടുകൾ പലപ്പോഴായി തന്നെ വഴക്കു പറയുന്നു. ദേഷ്യം കൊണ്ട് ചുവപ്പ് പടർന്നു തുടങ്ങിയ കപോലങ്ങൾക്കാകെ വല്ലാത്തൊരഴക്. അവളുടെ ദേഷ്യം പോലും അവനെ മത്തുപിടിപ്പിക്കാൻ പാകത്തിൽ ഹൃദയത്തിൽ പ്രണയം ഉണർത്തുന്ന പോലെ തോന്നി ഹരിക്ക്. ഞാൻ പറയുന്നത് വല്ലതും നന്ദേട്ടൻ കേൾക്കുന്നുണ്ടോ? തന്നെ നോക്കി നിൽക്കുന്നതല്ലാതെ അവനൊന്നും പറയുന്നില്ലെന്ന് കണ്ടതും പെണ്ണ് പിന്നെയും ചോദിച്ചു. അതെങ്ങനെയാ? എന്നെ വലിച്ചിടുന്നതിലല്ലേ ശ്രദ്ധ എത്രയും. അപ്പൊ പിന്നെ ഞാൻ വീണാൽ എന്താ, വീണില്ലെങ്കിൽ എന്താ? പിണങ്ങിക്കൊണ്ട് താൻ ചോദിക്കുന്നതിനും പറയുന്നതിനുമൊന്നും മറുപടിയില്ലാതെ തന്റെ മുഖത്തേക്ക് മാത്രം കണ്ണു നട്ടിരിക്കുന്ന ആ ഒരുവനെ കാണും തോറും അവക്ക് പിന്നെയും പിന്നെയും ദേഷ്യം വന്നു. നന്ദേട്ട വിട്ടെ, ഞാൻ പോകുക. പിന്നെ ഈ ടീഷർട്ടിങ്ങി കഴുകാൻ തന്നെ കയ്യിലുണ്ടായിരുന്ന അപ്പടി അതിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇത്തിരി മുന്നേ ഭയന്നപ്പോൾ അവന് വാരിക്കെടുത്ത കൈകൾ കൊണ്ട് കൂടി ആ ടീഷർട്ട് പിടിച്ചിരുന്നതു. അതിന്റെ ആ പാടും അവശിഷ്ടങ്ങളും അതിൽ കണ്ട് പെണ്ണ് അവന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ഊരാനെന്ന പോലെ ഒന്ന് പിടഞ്ഞതും ഒരിത്തിരി അയഞ്ഞു പിടിച്ചവൻ അവളെ ഒരിക്കൽ കൂടി മുറുക്കി പിടിച്ച് ശരീരത്തിലേക്ക് അങ്ങ് ചേർത്ത് നിർത്തി. ഇത്തവണ പെണ്ണ് നല്ലോണം ഞെട്ടി. ആ ഒരു വെപ്രാളത്തോടെ അവളുടെ മുഖത്തേക്ക് അവൾ നോക്കിയതും, നന്ദേട്ടാ ചുമ്മാ തമാശ കളഞ്ഞ്. നമ്മളിപ്പോ ഹാളിലാ നിൽക്കുന്നത്. സീതമ്മയുടെ വീട്ടിൽ പോയി അച്ഛൻ ഇപ്പോഴെങ്ങാനും തിരിച്ചു കയറുമെന്ന് നമ്മളിങ്ങനെ കണ്ടാലുണ്ടല്ലോ, പിന്നെ തലയിൽ കൂടി മുണ്ടിട്ട് നടന്നാൽ മതി കേട്ടോ. അവന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് പെണ്ണ് പറയുന്നതൊക്കെ അത്രയും അടുത്തു നിന്ന് കേട്ടവൻ പക്ഷെ അറിയാതെ പോലും ആ കൈ അയച്ചില്ലെന്ന് മാത്രമല്ല, പുറത്തെ വാതിലിലേക്കൊന്ന് നോക്കിക്കൊണ്ട് തന്നെ അവളെ ഒരൽപ്പം ഉയർത്തിക്കൊണ്ട് അടുക്കള വാതിലിലേക്ക് ചെന്ന് അവിടെ ചാരി അവളെ അങ്ങ് നിർത്തി. അവന്റെ ശരീരത്തോട് അത്രയും ചേർന്നുള്ള നടപ്പ്, ആ നെഞ്ചിൽ ഉരസി മാറുന്ന തന്റെ ഹൃദയം, അവന്റെ ആ മുറുക്കിയുള്ള പിടുത്തം, ഇടുപ്പിലൂടെ നുടഞ്ഞു കയറി അവിടെ സ്ഥാനം പിടിക്കാനെന്ന പോലെ ആ വിരലുകൾ കാട്ടുന്ന കുസൃതി, ആകെ അവശയായി പോയതുപോലെ അവൾ അവന്റെ നെഞ്ചിലേക്ക് തല മുട്ടിച്ച് നിന്നുപോയി. ആ ഒരു നിമിഷം, ഇത്തിരി നേരം മുന്നേ പോലും ഒരു പരൽമീനിനെ പോലെ പിടഞ്ഞു നിന്നവൾ പെട്ടെന്ന് പൂച്ചക്കുഞ്ഞിനെ പോലെ തന്റെ നെഞ്ചിലേക്ക് അമർന്നു നിൽക്കുന്ന കണ്ടതും ഹരിയുടെ ചുണ്ടു വിടർന്നു. എന്തേ, കഴിഞ്ഞു നിന്റെ പരാക്രമം? അടുക്കള വാതിലേക്ക് ചാരി നിർത്തുമ്പോഴും അവളുടെ കാൽപാദങ്ങളെ നിലത്ത് തൊടിക്കാതെ ഒരൽപ്പം ഉയർത്തി അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു ഹരിയുടെ ആ ചോദ്യം. വീട് ഹരിയേട്ടാ, ആരെങ്കിലും കാണും. ആ മുഖത്ത് നോക്കാതെ തന്നെ പെണ്ണ് പല്ലെ പറഞ്ഞു. കണ്ടോട്ടെ, കണ്ടാലിപ്പോ എന്താണപ്പാ? കൂസിൽ ഏതുമില്ലാതെ ആ ചോദ്യം കേട്ടതും അവൾ പെട്ടെന്ന് മിഴികൾ ഉയർത്തി ആ മുഖത്തേക്ക് നോക്കി. അച്ഛൻ കളിയാക്കും നന്ദേട്ടാ. അല്ലെങ്കിൽ തന്നെ ഈ അടുത്തായുള്ള മാഷിന്റെ കളിയാക്കലിൽ ആകെ ചൂളിയാണ് നടപ്പ്. ഇനിയിപ്പൊ ഇങ്ങനെ കൂടെ വല്ല കാഴ്ചയും കണ്ട തന്റെ കാര്യത്തിൽ തീരുമാനമാകും. നമ്മുടെ അച്ഛനല്ലേ കണ്ണേ, ഇത്തിരി കളിയാക്കിക്കോട്ടെന്നേ. ഇടം കൈയാൽ ചുറ്റിപ്പിടിച്ചവളെ താഴേക്ക് തൊടിയിച്ച് വലം കൈയാൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ആ മൂക്കിൻ തുമ്പിൽ ഒന്ന് തട്ടിമാറി. നന്ദേട്ടാ, മതിട്ടോ കളി. അതിന് നമ്മൾ കളിക്കാൻ തുടങ്ങിയില്ലല്ലോ കണ്ണേ. അതിനൊക്കെ ഇനി ഒരുപാട് സമയമുണ്ട്. ഒരു കണ്ണിറുക്കി നാവിൻ തുമ്പാൽ കവളിൽ കുഞ്ഞൊരു നെല്ലിക്ക തീർത്ത് ആ കവളിലൂടെ ഒന്ന് തഴിക്കൊണ്ടുള്ള അവന്റെ ആ പറച്ചിൽ കേട്ടതും പെണ്ണിന്റെ കണ്ണുകളൊന്ന് കൂർത്തു. ഇതാണ് പെണ്ണിന്റെ ഈ നോട്ടത്തിലാണ് ചങ്കിരുന്ന് വിറയ്ക്കുന്നത്. ഹരി ഒരു നിമിഷം മിഴികൾ അടച്ചു. കാരണം ഇത്തിരി മുന്നേ അവളോട് പറഞ്ഞത് ശരിക്കും പറഞ്ഞതാണ്. സ്വപ്നത്തിൽ പോലും ആലോചിച്ച് പറഞ്ഞ കാര്യമൊന്നുമല്ല. പക്ഷെ ഇവളോടെന്തോ കുറുമ്പും കുസൃതിയും ഒക്കെ കൂടുതൽ കാണിക്കാൻ തോന്നുന്നു. ഇന്ന് വരെ മറ്റാരോടും പറയാത്ത പലതും ഇവളോട് അത്രയും സ്വകാര്യമായി ചെവിത്തുമ്പിൽ ഒന്ന് മുട്ടിച്ചൂപ്പിച്ച് പറയാൻ തോന്നുന്നുണ്ട്. അതിൽ പലതും തീർത്തും അവൾക്ക് മാത്രം കേൾക്കാനുള്ളതാണെന്ന് അറിഞ്ഞിട്ടും അവളോട് പറയാനെന്തോ ചമ്മല് തോന്നുന്നില്ല എന്ന് മാത്രമല്ല,
അതൊക്കെ ഒരു വട്ടമെങ്കിലും അനുഭവിച്ചറിയാൻ തോന്നുന്നുമുണ്ട്. തീർത്തും കൗമാരം വഴിമാറി തിരിച്ചു വന്ന പോലെ. അതുകൊണ്ടാകും അതിൻ്റെതായ ചെറിയൊരു സ്വാതന്ത്ര്യക്കൂടുതൽ ഈ അടുത്തായി താൻ അവളോട് കാണിക്കുന്നുണ്ട്. നന്ദേട്ടാ, തന്നെ കണ്ണിമ ചിമ്മാതെ നോക്കുന്നവന്റെ നോട്ടത്തിൽ ഉരുകി നിന്നവൾ വെല്ലു വിളിച്ചു. പോണം. നിർബന്ധമാണോ? അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖമൽപ്പം താഴ്ത്തി പെണ്ണിന്റെ ഗന്ധം വലിച്ചെടുക്കും പോലെ അത്രയും ആർദ്രമായി അവൻ ചോദിച്ചു. അവന്റെ സാമീപ്യം തീർത്തും അപ്രത്യക്ഷതയിൽ അവൾ തടർന്നു തുടങ്ങിയതും പെണ്ണ് പിന്നെയും മൂളി. എങ്കിൽ നന്ദേട്ടൻ ഒരു കാര്യം വേണം. പെണ്ണിലാകെ അടിമപ്പെട്ട പോലെയുള്ള അവന്റെ ആ വോയിസ് കേട്ടതും വല്ലാത്തൊരു പിടപ്പോടെ അവളുടെ ഇരു കൈകളും അവന്റെ ഇടുപ്പിന്റെ ഇരുവശവും അമർന്നുപോയി. പറയ് കണ്ണേ, തരുവോ? അങ്ങനെ വലുതായി ചുവന്നോർത്ത മുഖമൊന്നുമല്ല തന്റെ പെണ്ണിന്. പക്ഷെ ഈ അടുത്തായി ഒരു തുടുപ്പുണ്ട് ആ മുഖം കാണുമ്പോൾ. ഒരുപക്ഷെ തന്റെ ഇഷ്ടം പ്രകടമായി അവളെ അറിയിച്ചത് മുതലാകാം അത്. എന്നാലും ഈ സ്വർണ്ണനിറം അവളെ മറ്റെല്ലാവരിൽ നിന്നും വളരെയേറെ സുന്ദരിയാക്കുന്നുണ്ട്. പക്ഷെ അവളുടെ ശരിക്കുള്ള സൗന്ദര്യം പെണ്ണ് ഉറക്കെ പൊട്ടിച്ചിരിക്കുമ്പോൾ മാത്രം തെളിയുന്ന അവളുടെ ഒറ്റ നുണക്കുഴിയിലാണെന്ന് ഒളിച്ചിരിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ ഗർത്തമോളിൽ തീർക്കുന്ന സൗന്ദര്യം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവന്റെ ഹൃദയം ഒരു നിമിഷം മിടിക്കാൻ മറന്നു. എല്ലാത്തിനുമപ്പുറം ചുണ്ടിന്റെ വശത്തായി താടിത്തുമ്പിലൂടെ ചേർന്ന് കാണുന്ന അവളുടെ ഒരു മറുക്. കറുപ്പ് നിറമൊന്നുമല്ല, ഒരു തരം സ്വർണത്തിന്റെ, അല്ല, തേനിന്റെ നിറമുള്ളൊരു കുഞ്ഞു മറുക്. അതെ, തേൻമറുക്. ഈ അടുത്ത് പെണ്ണിനെ അരികിൽ കിട്ടുമ്പോഴെല്ലാം കണ്ണുകൾ നിലതെറ്റിപ്പാഞ്ഞ് പോയി നിൽക്കുന്നത് ആ മറുകിലാണ്. എന്തോ അതിനോട് വല്ലാത്തൊരു കൗതുകം. ഇന്നിപ്പോ കൗതുകവും മാറി ആഗ്രഹവുമായി മാറിയിട്ടുണ്ട് ആ മറുക്. അതിങ്ങനെ അടുത്ത് കാണുമ്പോഴെല്ലാം ആ മുഖം കൈക്കുമ്പിളെടുത്ത് ചുണ്ടുകളാൽ ആ മറുകൊന്നു തൊട്ട് അടക്കാനുള്ള തോന്നൽ മനസ്സിൽ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. മുത്തി ചുവപ്പിക്കുന്നതിനുമപ്പുറം നാവാൽ അതൊന്ന് തഴുകിത്തലോടാനുള്ള ആഗ്രഹം. ആ ഒരു ചിന്തയിൽ പോലും ഹരിയുടെ ഹൃദയം വെട്ടിവിറച്ചു. അതേസമയം തന്നെ കണ്ണിമ ചിമ്മാതെ നോക്കുന്നവന്റെ കണ്ണുകളുടെ തീക്ഷ്ണതയിൽ ഉരുകി നിൽക്കുകയായിരുന്നു മറ്റൊരുവളും. എന്തോ അവന്റെ നോട്ടം തീർക്കുന്ന കാന്തിക ശക്തിയിൽ അതിൽ നിന്നൊന്ന് ചലിക്കാൻ പോലും കഴിയാതെ വെറും മരപ്പാവിയായി പോകുന്ന പോലെ തോന്നി അവൾക്ക് സ്വയം. ഹൃദയത്തിന്റെ ഓരോ പിടപ്പും കാതിൽ അത്രയും ശക്തിയായി വന്നു മുട്ടുന്നു. ശ്വാസം പോലും ആ ഒരുവന്റെ നോട്ടത്തിൽ നിന്നുപോയോ എന്ന് തോന്നിപ്പിക്കും പോലെ ആകെ ഒരു പിടപ്പ്. ഇനി ഒരു നിമിഷം കൂടി ഈ ഒരുവന്റെ മുന്നിൽ നിന്നാൽ ശരിക്കും താൻ തളർന്നു വീഴും എന്ന് തോന്നിപ്പോയ നിമിഷം. നന്ദേട്ടാ, അത്രയും പതിഞ്ഞുള്ള വിളി. അവൻ മൂളിക്കൊണ്ട് പെണ്ണിന്റെ ദേഹത്തേക്ക് അല്പം കൂടി ചാഞ്ഞു. അവന്റെ ചൂട് തന്നിലേക്ക് പകരും പോലെ പടർന്നതും അവൾ മിഴികൾ ഇറുക്കിയടച്ചു. പറയ് കണ്ണേ. മിഴികൾ കൂമ്പി ചുവന്നു തൊടുത്തു നിൽക്കുന്നവളുടെ താടിത്തുമ്പിലെ മറുകിൽ മെല്ലെ ഒന്ന് ഊതിക്കൊണ്ട് അവൻ അത്രയും ആർദ്രമായി ചൊല്ലി. ഞാൻ പൊക്കോ. വിറച്ചുകൊണ്ട് പറഞ്ഞവളുടെ വാക്കുകൾ പലയിടത്തും മുറിഞ്ഞുപോയി. അവളുടെ വെപ്രാളം. ഓരോ വാക്കുകളും പറയുമ്പോൾ ഉയർന്നു താഴുന്ന മാറിടം, മേൽച്ചുണ്ടിലും നെറുകയിലും പൊടിഞ്ഞു തുടങ്ങിയ നീർമണിമുത്തുകൾ. ഹരിയുടെ ഹൃദയതാളം ആകെ തെറ്റി. അവൻ താൻ പോലും അറിയാതെ അവളുടെ മാത്രം നന്ദേടനായി. അതുകൊണ്ടാകും ഇരുവശത്തായി പെണ്ണിനെ പിടിച്ചു വെക്കാനായി വെച്ചിരുന്ന കൈ അവളുടെ ഇടുപ്പിൽ അത്രയും ശക്തിയിൽ അമർന്നത്. നന്ദേട്ടാ. ഒരു നിമിഷം ഏങ്ങിക്കൊണ്ട് പെരുവലിൽ പെണ്ണങ്ങ് ഉയർന്നുപോയി. അത് മതിയായിരുന്നു ആ നേരം വരെ പിടിച്ചു നിന്നവന്റെ നിയന്ത്രണത്തെ ആകെ തെറ്റിക്കാൻ. ഇതൊന്ന് തൊട്ടറിയാതെ വയ്യന്റെ കണ്ണേ. കാറ്റുപോലെ ആ ശബ്ദം അവളെ തഴുകി ഉണർത്തി. അവളുടെ ചെവിത്തുമ്പിനറ്റമൊന്ന് കടിച്ചു വിട്ടുകൊണ്ടവൻ മെല്ലെ പല്ലുകൾ അമർത്തിയത് അവളുടെ ആ തേന്മറുകിലായിരുന്നു. ഏങ്ങി പിടഞ്ഞുപോയി മണിക്കുട്ടി. നന്ദേട്ടാ. പക്ഷെ അവൻ ആ വിളി കേട്ടില്ല. കാരണം അവന്റെ നാവുകൾ അവളുടെ ആ മറുകിനെ തൊട്ടൊഴിയുന്ന തിരക്കിലായിരുന്നു. പല്ലുകൾ മെല്ലെയെങ്കിലും അവളുടെ താടിത്തുമ്പിനെ ഒന്ന് നോവിച്ചു വിട്ടു. പ്രണയം പൂർണ്ണമായി അവനെ ദേവനായി മാറ്റിയ നേരം. മറ്റൊന്നും ആലോചിക്കാതെ അവന്റെ ചുണ്ടുകൾ പെണ്ണിന്റെ കീഴ്ചുണ്ടിനറ്റം നുണഞ്ഞു തുടങ്ങി. മണിക്കുട്ടി ഒന്നുയർന്നു പൊങ്ങി അവന്റെ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചുപോയി. വിവശയായി പോയവളുടെ ശരീരം തളർന്നു പോകുന്നുവെന്ന് തോന്നിയ നിമിഷം തളർന്നു വീഴാൻ പോയവളുടെ ഇടം കൈയിലൂടെ ചേർത്ത് പിടിച്ച് അവൻ ആ ചുമലിലേക്ക് അമർത്തി വെച്ചു. ഒപ്പം കീഴ്ചുണ്ടിനറ്റം കടിച്ചു വിട്ടവൻ മേൽചുണ്ടിലേക്ക് ചേക്കേറി. കൂമ്പിയടഞ്ഞ കണ്ണുകളുമായി മണിക്കുട്ടി മെല്ലെ മൂളിപ്പോയി. അതുകൂടിയായതും ഹരി പൂർണ്ണമായി അവളെ ചേർത്ത് പിടിച്ചു. സമയം അവർക്കും വേണ്ടി മാത്രം നിശ്ചലമായ നിമിഷം. സത്യം പറഞ്ഞാൽ ചുറ്റുമുള്ളതൊന്നും രണ്ടുപേരും അറിഞ്ഞില്ല എന്ന് പറയുന്നതാകും നേര്. ആ നേരം പെട്ടെന്നെന്തോ ശബ്ദം കേട്ടാണ് മണിക്കുട്ടി ഞെട്ടി കണ്ണു തുറന്നത്. അവൾ പിടഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ കാണുന്നത് തന്നിലേക്ക് പൂർണ്ണമായി അമർന്നു നിൽക്കുന്നവനെയാണ്. അടുത്ത നിമിഷം വ്യക്തമായി കേട്ട വിളിയിൽ അവൾ വല്ലാതെയായി. കണ്ണു.
തന്നിലേക്ക് ചേർന്ന് നിൽക്കുന്നവൻ അത് അറിഞ്ഞില്ല എന്ന് തോന്നിയതും മണിക്കുട്ടി അവന്റെ ഒരു നെഞ്ചിൽ പിടിച്ച് പിന്നിലേക്ക് അമർത്തി തള്ളി. ചെയ്തുകൊണ്ടിരുന്നത് പാതി മുറിഞ്ഞ ഈർച്ചിൽ ഹരി പെണ്ണിനെ ദേഷ്യത്തോടെ നോക്കി. അപ്പോൾ പിന്നെയും അവളിലേക്ക് അമരാൻ പോയതും നന്ദേട്ടാ, മോൾ എഴുന്നേറ്റെന്ന് തോന്നുന്നു. ശ്വാസം എടുക്കാൻ പാടുപെടുന്നുണ്ടെങ്കിലും അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ഇല്ല കണ്ണേ, മോളൊന്നും എഴുന്നേറ്റിട്ടില്ല. കാതൊന്ന് വട്ടം പിടിച്ചുകൊണ്ട് അവൻ പിന്നെയും പെണ്ണിനടുത്തേക്ക് ചെരിയാൻ പോയതും ഹരി, കുഞ്ഞിന്റെ ഉച്ചത്തിലുള്ള വിളി ഇത്തവണ ഹരിയും കേട്ടു. പൂവ്, അയ്യോ എന്റെ മോള്! ഇത്തവണ ഹരിയെ തള്ളിമാറ്റിക്കൊണ്ട് പെണ്ണ് കുഞ്ഞിനരികിലേക്ക് ഓടിയിരുന്നു. പിന്നാലെ തന്നെ ഹരിയും. അപ്പോൾ അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാമേ. 1-2 ദിവസം മനഃപൂർവ്വമായിട്ട് അവധിയെടുത്തതല്ല, പനിയായിരുന്നു, ഒട്ടും സൗണ്ട് ഇല്ലായിരുന്നു. ഇപ്പോഴും വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും ഈ ഒച്ച വെച്ചിട്ടങ്ങ് ഇടാമെന്ന് കരുതിയിട്ടങ്ങ് വോയിസ് ചെയ്തതാണേ. അപ്പോൾ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. നന്ദി.